സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ മലയാളത്തിലെ യൂട്യൂബിലെ ട്രെൻഡിങ് പേജും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ച് നോക്കിയപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് അവിടെ കുറച്ച് ഏറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ മെഹനാസ് സഫ ഇഷ്യൂവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്തായാലും നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഇപ്പോൾ ട്രെൻഡിങ് പേജിൽ എന്തായാലും പിടിച്ചടക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറേ സത്യാവസ്ഥയും കാര്യങ്ങളും എന്തായാലും ഇപ്പോൾ യൂട്യൂബിൽ എന്തായാലും ട്രെൻഡിങ് പേജിലുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. സംഭവം എന്ന് വെച്ചാൽ ഈ സഫ എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഒളിച്ചോടി എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു അവിഹിതം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി എന്തായാലും സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് കാര്യങ്ങളെല്ലാം പുള്ളിക്കാരി എന്തായാലും വ്യക്തമായിട്ട് പറയുന്നത് വെച്ചാണ് ലൈവ് സ്ട്രീം ഇടാമെന്ന് എന്തായാലും പറഞ്ഞിരുന്നത്. പക്ഷെ എന്തായാലും ലൈവ് സ്ട്രീം ഇട്ടില്ലായിരുന്നു. അതിനാണ് പുള്ളിക്കാരി വീഡിയോ ഇട്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. ഹേ ഗൈസ്, അപ്പം ഞാൻ യൂട്യൂബിൽ ലൈവ് ഇടാൻ നിന്നപ്പോഴാണ് ഞാൻ കണ്ടത് 200 സംതിങ് ഇപ്പോൾ സബ്സ്ക്രൈബർ ഉള്ളൂ. ഇപ്പോൾ പുതിയ അക്കൗണ്ട് തുടങ്ങിയത് 1 ആയി. അപ്പോൾ 100 സബ്സ്ക്രൈബ് കൂടി കയറിയാലാണെങ്കിൽ ലൈവ് ഇടാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഞാൻ ലൈവ് ഇടാം, ഞാൻ ഫ്ലാറ്റിലാണ് ഉള്ളതെന്ന്. പിന്നെന്താ ഇൻസ്റ്റയിൽ അപ്പോൾ ഞാൻ ലൈവ് ഇടാൻ നോക്കിയപ്പോൾ ഇൻസ്റ്റയിൽ എന്തോ സംഭവം എഴുതി കാണിച്ചിട്ട് ഞാൻ ജസ്റ്റ് സ്റ്റോറി ഇടാം. എനിക്ക് യൂട്യൂബിൽ എനിക്ക് എവിടെ ഇട്ടാലും കുഴപ്പമില്ല, യൂട്യൂബിൽ ഇൻസ്റ്റയിൽ എവിടെ ഇട്ടാലും വിഷയമൊന്നുമില്ല. പുതിയ അക്കൗണ്ടാണ്, മോണിറ്റൈസേഷൻ ഒന്നും ഓണല്ല, ഫണ്ടിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ ജസ്റ്റ് എല്ലാവർക്കും അറിയാൻ വേണ്ടി ഞാൻ ലൈവ് ഇടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻസ്റ്റയിലും എനിക്ക് ഇടാൻ പറ്റില്ല, ഇൻസ്റ്റയിൽ എന്തോടും ഇടാൻ പറ്റാത്ത ഞാൻ ജസ്റ്റ് സ്റ്റോറി ഇടാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു 100 സബ്സ്ക്രൈബർ ആക്കി തന്നാൽ ഞാൻ ലൈവ് ഇടുന്നു. യൂട്യൂബിലും ഇൻസ്റ്റയിലും ലൈവ് സ്ട്രീം ഇടുന്നതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. യൂട്യൂബിലാണെങ്കിൽ പൈസ കിട്ടും, ഇൻസ്റ്റയിലാണെങ്കിൽ പൈസ കിട്ടത്തില്ല. അതാണ് ഇവിടുത്തെ കാര്യം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, പുള്ളിക്കാരിയെ കുറിച്ചാണെങ്കിൽ പുള്ളിക്കാരുടെ ഹസ്ബൻഡ് എന്തായാലും കുറച്ച് അവിഹിതം, കുറച്ച് ഒളിച്ചോട്ട്, അതിനെക്കുറിച്ച് ബേസുള്ള കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ പറയണമെങ്കിൽ യൂട്യൂബിലെ വീഡിയോ ഇടാം, അല്ലെങ്കിൽ ഇൻസ്റ്റയിലെ വീഡിയോ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ലൈവ് ഇട്ടാലും മതി. ഇപ്പം അത്ര വലിയ ക്രൈറ്റീരിയയുടെ കാര്യങ്ങളൊന്നും ഇല്ല. എന്നിട്ട് പുള്ളിക്കാരി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരിയെ കുറിച്ചുള്ള അവിഹിത കഥ എന്തായാലും, ഒളിച്ചോടി അവിഹിത കഥ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നാലേ കുറച്ചും കൂടെ സബ്ബായിട്ട് വേണം ലൈവ് ഇട്ട് എന്തായാലും കാണാനെന്ന്. എന്തോന്നറിയാം, എപ്പോഴായാലും വീഡിയോ കിട്ടാൻ പോലും. ഇപ്പം അത്ര കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തന്നെ എന്തായാലും യൂട്യൂബിൽ എന്തായാലും അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ എവിടെയെങ്കിലും ഒന്ന് ആദ്യമേ വീഡിയോ എടുത്ത് കുറച്ച് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്താലും മതി. അതിന് ഈ കിടന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ എൻ്റെ കൂടെ കൂടണം, സപ്പോർട്ട് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണമെന്നൊന്നും ആരും പറയത്തില്ല. ഗായ്സ്, അപ്പൊ ഞാൻ ഇറ്റ്സ് മീ ഗായ്സ് എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ വീഡിയോ കണ്ടത്. വേറെ ആർക്കും റിപ്ലൈ കൊടുക്കുന്നതല്ല, ഞാൻ ജസ്റ്റ് ഫ്ലാറ്റിന്റെ വീഡിയോ ഇട്ട പുള്ളി പറഞ്ഞു, നീ ഏത് ഫ്ലാറ്റിലാണ്, നിങ്ങൾ താമസിച്ച ഫ്ലാറ്റ് ഏതാ നമുക്കറിയില്ല, നീ ജസ്റ്റ് മര്യാദ കാണിച്ചാലല്ലേ ഫ്ലാറ്റ് കാണുള്ളൂ പറഞ്ഞ്. ശരി, പുള്ളിക്കാരുടെ അടുത്താണ് എന്തുവാ ഇറ്റ്മിക്കസ് എന്ന് പറഞ്ഞ പുള്ളിയാണെങ്കിൽ വന്ന് ചോദിച്ചായിരുന്നു ഇപ്പൊ ഏത് ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്, അതിനെ കുറിച്ചുള്ള ബേസ് ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ പുള്ളിക്കാർ ഇപ്പൊ എന്തായാലും അതൊക്കെ റിവീൽ ചെയ്യും. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം ബാക്കിയൊക്കെ. ഞാൻ ന്യായമുണ്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ഞാനിപ്പോ നിങ്ങൾക്ക് ഫ്ലാറ്റ് കാണിച്ചത്. ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഇപ്പൊ കണ്ടുള്ളൂ. ഞാൻ ഫുഡ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, അതാ കുട്ടിയിരിക്കുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് ഫുൾ അലങ്കോലമായിട്ടാണുള്ളത്. ഇതിന് കുറേ റീസൺസ് ഒക്കെ ഉണ്ട്, നോക്കാത്തതാണ് നല്ലത്. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാ നമ്മുടെ വ്ളോഗിൽ ഓൾറെഡി ഈ വീടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആകെ അലങ്കോലാണ്. ഇതിന് കുറേ റീസൺസ് ഉണ്ട് ഗൈസ്. ഞാനപ്പോൾ അതാ ഫുഡ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടിക്കും കൊടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് അഡ്രസ്സാണ് മോനെ വേണ്ടത്? വ്ളോഗ് കണ്ടാൽ അറിയാം നമ്മുടെ ഫ്ലാറ്റ് ഏതാണ്. ഓക്കെ, എന്തായാലും പുള്ളിക്കാരി ഇവിടെ വ്യക്തമാക്കുന്ന കാര്യം എന്താ വെച്ചാൽ പുള്ളിക്കാരി ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും സ്വന്തമായിട്ട് ഉള്ളൊരു താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലാണ്, അല്ലാതെ മറ്റേ ലല്ലൂമ്പിയുടെ കൂടെ അല്ല. എന്തായാലും പുള്ളിക്കാരെ എന്തായാലും അത് കറക്റ്റായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. നല്ലൊരു കാര്യം. എന്തായാലും ബാക്കി നമുക്ക് നോക്കാം. എന്തൊക്കെ പറഞ്ഞാൽ ഇതിനെ കുറിച്ചുള്ള അടുത്ത കുറെ കാര്യങ്ങളും കുറെ ഡീറ്റെയിൽ ആയിട്ട് കുറെ കാര്യങ്ങളും ഉണ്ട്. എന്തായാലും നമുക്ക് അടുത്ത ദിവസം യൂട്യൂബിലൊക്കെ എന്തായാലും കാണാൻ എന്തായാലും പറ്റുമായിരിക്കും. എന്തായാലും അടുത്ത കുറെ കാര്യങ്ങളൊക്കെ. ഈ സഫ എന്ന് പറഞ്ഞ പുള്ളിക്കാരാണെങ്കിൽ ഫസ്മിനെ കുറിച്ചാണെങ്കിൽ ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. എന്ന് വെച്ചാൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും പുള്ളിക്കാരുടെ ലൈഫ് സ്റ്റോറി ഒത്തിരി കാര്യങ്ങളൊക്കെ ഈ സഫ എന്ന് പറഞ്ഞ പുള്ളിക്കാർക്ക് എന്തായാലും അറിയാം. പക്ഷേ ഇവിടെ പുള്ളിക്കാരൻ ഈ മെഹനാസ് എന്ന് പറയുന്ന പുള്ളിക്കാരനെ കുറിച്ചാണെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ എന്തായാലും ഈ സഫ എന്തായാലും പറയുന്നുണ്ട്. അത് ഏതൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഒത്തിരി ആൾക്കാരെന്ന് ഞാൻ പറയുന്നത് കേട്ടായിരുന്നു. ഈ പുള്ളിക്കാരിക്ക് ഇതുപോലെ പുള്ളിക്കാരൻ മെഹനാസ് എന്ന പുള്ളിക്കാരന് വേറെയൊക്കെ ഇതുപോലെ കാര്യങ്ങളൊക്കെ വേറെ കുറെ ഗേൾസിൽ കുറെ കമ്പനി കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പുള്ളിക്കാരി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ മെയിനായിട്ട് നോക്കുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാണുന്നത് വെച്ചാൽ പുള്ളിക്കാരി ഇപ്പം ലല്ലൂമ്പിയെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ലല്ലൂമ്പിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് അറിയാലോ, ഫസിനയുടെ കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. പക്ഷെ അതുപോലെ കുറച്ച് നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊന്നും ഇവിടെ സഫ എന്തായാലും ഈ ലല്ലൂമ്പിയെ കുറിച്ച് എന്തായാലും പറയുന്നില്ല. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ എന്തായാലും ഒരാളെ എന്തായാലും സപ്പോർട്ട് ചെയ്താണ് പുള്ളിക്കാരൻ എന്തായാലും നിൽക്കുന്നത്. നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പറയുന്ന ബാക്കിയുള്ള വീഡിയോ എന്തായാലും ഉണ്ട്. നമുക്ക് എന്തായാലും അതും കൂടെ ഒന്ന് നോക്കാം. ഈ വീഡിയോ ഏതെങ്കിലും സിംഗിൾ ബോയ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാര്യം പറഞ്ഞാൽ, നിങ്ങൾ ഈ ലല്ലൂമ്പിയുടെ അടുത്തോടെ ചെന്നാൽ മതി. നിങ്ങൾക്ക് ഫ്ലർട്ട് ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ എന്തായാലും പുള്ളിക്കാരൻ എന്തായാലും പറഞ്ഞു തരും. ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഈ സഫ എന്ന് പറഞ്ഞ പുള്ളിക്കാരി എന്തുകൊണ്ടാണ് ഈ ലല്ലൂമ്പിയെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. സത്യമായിട്ടും എനിക്കറിയത്തില്ല. എങ്ങനെ തോന്നുന്നത് ഇതൊക്കെ ചെയ്യാൻ. ഇതൊക്കെ കഴിഞ്ഞൊരു ഫസ്റ്റ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ സഫയുടെ കുറച്ച് ചാറ്റിങ് കുറെ കാര്യങ്ങളും ഉണ്ടായിരുന്നു. കുറച്ച് ചാറ്റിങ് കാര്യങ്ങളൊക്കെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അങ്ങോട്ട് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടായിരുന്നു. സഫയുടെ കുറച്ച് ചാറ്റ് എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ അത് യൂട്യൂബിൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പോൾ ഇട്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ പോളിൽ കുറച്ചൊരു നോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോ ആരാന്ന് നോക്കാൻ വേണ്ടി ഞാൻ എടുത്തു നോക്കുമ്പോൾ അതാ
ഈ കുട്ടി നോ പറഞ്ഞേക്കുവാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഈ കുട്ടിയുടെ അത് സഫയല്ലേ വന്ന് നോ പറഞ്ഞേ. തോണ്ടി വന്നിട്ട് നോ കുത്തിയേക്കുവാണ്. എന്തിനാണ് സഫ ഇങ്ങനെ പേടിക്കുന്നത്? സഫ അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ പേടിക്കണ്ടല്ലോ. ഞാൻ ആ ചാറ്റ് ഇടുന്നതിന് ഇത്രയും പേടിയാണോ സഫയ്ക്ക്? എനിക്ക് മനസ്സിലാവുന്നില്ല. സഫ എത്ര പേരോട് പൈസ വെച്ചിട്ടുണ്ട്, എത്ര പേരോട് ഇരന്നിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞിട്ടാണ് പൈസ ചോദിച്ചിരിക്കുന്നത്. എന്നോടടക്കം പൈസ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ചാറ്റ് ഞാൻ ഇടുന്നുണ്ട്. സഫ എന്തായാലും നോ വോട്ട് ചെയ്തുകൊണ്ട് ഞാൻ എന്തായാലും യെസ്സിലോട്ട് അങ്ങ് കിടക്കുകയാണ്. ഞാൻ പോൾ അങ്ങ് ഒഴിവാക്കി ഞാൻ എന്തായാലും യെസ്സിലോട്ട് പോവുകയാണ്. സഫ ഇങ്ങനെ പേടിക്കരുത് കേട്ടോ. കാരണം നമുക്ക് എന്തായാലും സംസാരിക്കുമ്പോഴും നമുക്ക് തെളിവ് വേണം. സഫ പറഞ്ഞു ഞാൻ കണ്ടവരുടെ കൂടെ പോയെന്ന് ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടു. കണ്ടവരുടെ കൂടെ പോയത് കാണിച്ചു തരാം. നീ ഇത് കാരണം എന്തായാലും ഇനി എന്തെല്ലാം കാര്യങ്ങൾ എന്തായാലും ഇനി പുറത്തു വരുന്നൊന്നും നമുക്ക് എന്തായാലും പറയാനൊക്കത്തില്ല. ഇനി നമുക്കൊന്നും പറയാനൊക്കത്തില്ല എന്തൊക്കെ ഇനി പുറത്ത് വിടാൻ പോകുന്നതെന്ന്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ബേസ് ചെയ്ത് ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്ത് എന്തെങ്കിലും സഫ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതും കൂടെ എന്തെങ്കിലും ഒന്ന് കണ്ടു നോക്കാം. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെല്ലാം പണി കൊടുക്കുക, അതിൽ കൂടെ എന്താ നടക്കില്ലേ. മോളെ ഫസ്മിന സക്കീറെ, നിന്റെ സ്റ്റോറിയില് പോളിനകത്ത് ഞാൻ ഓട്ട് ഓക്കെ, അതെനിക്ക് പേടി ഉണ്ടായതുകൊണ്ടെന്നല്ല, അതെന്റെ ഇഷ്ടം. എന്ത് പോളില് യെസ് ഓർ നോയിൽ എന്ത് ഇടണം എന്ന് എന്റെ ഇഷ്ടം. ഓക്കെ, പിന്നെ നീ പറഞ്ഞു ഞാൻ പൈസ വാങ്ങി എന്നുള്ളത് അതെന്റെ കൂട്ടുകാരന്റെ കഴിവ് കൊണ്ട് തന്നെയാണ്. നിന്റെ കൂട്ടുകാരൻ എന്നെ കൊണ്ട് പറഞ്ഞ് ചോദിപ്പിച്ചതൊക്കെ തന്നെയാണ് കേട്ടോ. ഓക്കെ, പിന്നെ നീ ചാറ്റ് ഇടാവുന്നത് നിനക്ക് എത്ര വേണമെങ്കിലും നിനക്ക് ചാറ്റ് ഇടായാലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ മോളുടെ കുറെ കാര്യങ്ങളെല്ലാം ഉണ്ട്, അത് കിട്ടെങ്കിൽ പിന്നെ വീട്ടുകാരത് ചോദിക്കാനൊന്നും ഇല്ലല്ലോ. പറഞ്ഞ പോലെ എല്ലാരെയും വിട്ട് മാറി നിൽക്കുകയാണല്ലോ സിസ്റ്റേഴ്സ് രണ്ടാളും കൂടി. ഓക്കെ, ആണുങ്ങളെല്ലാരും രക്ഷപ്പെട്ടു, അത്ര എനിക്ക് പറയാനുള്ളൂ. നിന്റെ ഈ ലാസ്റ്റത്തെ ഒരു എന്നുള്ള സംഭവമില്ലേ, അത് എന്തിന്റെയാന്ന് എനിക്ക് മനസ്സിലാവും. പിന്നെ നിന്റെ വീഡിയോനകത്ത് ഞാൻ കമന്റ് ഇടുമ്പോ നീ കമന്റ് ഡിലീറ്റ് ആക്കുന്നു. നീയും പറഞ്ഞു സഫയുടെ കമന്റ് ഇട്ടെങ്കിൽ വാനിഷ് മോഡാണെന്ന്. അപ്പൊ നിന്റെ എന്ത് മോഡാണ് മോളെ? 2 കമന്റ് ഇട്ട് 2 കാണാനില്ല. ഞാൻ ഇപ്പോഴും 2 കമന്റ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പൊ അതുണ്ടോ വാനിഷ് മോഡിൽ പോയോന്ന് എനിക്ക് അറിയത്തില്ല, നോക്കട്ടെ. അപ്പൊ മോള് പേടിച്ചിട്ടാണോ വാനിഷ് മോഡ് ഓൺ ആക്കുന്നത്? അപ്പൊ നമ്മൾ ഈ രണ്ടുപേരുടെ വീഡിയോ നമ്മൾ എടുത്തു വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാവുന്ന വെച്ച് പൊരിഞ്ഞ പോരാട്ടം ഇനി നടക്കാൻ പോകെ രണ്ടുപേരും തമ്മിൽ. ഒരു സൈഡിൽ നിന്ന് ഫസ്മിത പറയുന്നത് ചാറ്റ്സും കാര്യങ്ങളെല്ലാം പുറത്ത് വിടും, അതിനെ കുറിച്ചാണ് ബേസ് ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിനെ റിയാക്ട് ചെയ്താണ് സഫ ഇപ്പൊ വീഡിയോ പറഞ്ഞത്. കുറെ കാര്യങ്ങളൊക്കെ നിന്നെ കുറിച്ചുണ്ട്, അതൊക്കെ പറഞ്ഞെന്തായാലും ഇനി ഞാനും വീഡിയോ ചെയ്യും. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മൾ നോക്കുവാണ് ഈ ഫസീന എന്ന് പറഞ്ഞ ഫസ്മിത എന്ന് പറഞ്ഞ പുള്ളിക്കാരുടെയൊക്കെ ലൈഫ് സ്റ്റോറി, അതുപോലെ തന്നെ കുറെ ഇഷ്യൂസും കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാരെ എന്തായാലും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ എന്തായാലും ഈ സഫയ്ക്ക് എന്തായാലും അറിയാവുന്ന ഇല്ല എന്നൊന്നും എനിക്ക് അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ പുള്ളിക്കാർ വീഡിയോ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്, അല്ലെങ്കിൽ പുറത്ത് വിടുന്നൊക്കെ പറയുന്നത്. എന്തോ അതെനിക്ക് അറിയത്തില്ല, എന്തെങ്കിലും ഉണ്ടോ എനിക്കറിയത്തില്ല. ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞില്ലേ, മറ്റേ ഫസീന എന്ന് പറയാൻ പുള്ളിക്കാരുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ. ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടോ? എനിക്കറിയത്തില്ല. ഇനി ഇവര് വല്ല പേഴ്സണലായിട്ട് കാര്യമാണോന്നും എനിക്കറിയത്തില്ല. എന്തോ പറഞ്ഞാലും മറ്റേ പുള്ളിക്കാർ പറഞ്ഞ പോലെ ഈ ചാറ്റൊക്കെ പുറത്ത് വിടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞോണെന്നും എനിക്കറിയത്തില്ല. ഇത് കഴിഞ്ഞ് ഇതിന് മുന്നാണെങ്കിൽ സഫ എന്ന് പറയുന്ന പുള്ളിക്കാർ വേറെ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഹേയ് ഗായ്സ്, അപ്പോൾ ഞാൻ മുന്നേ യൂസ് ചെയ്തിരുന്ന എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, 35.something K ഉള്ള ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കൊടുക്കാം. അതിൻ്റെ പേര് വരുന്നത് സഫ ഒഫീഷ്യൽ എന്നാണ്. ഇപ്പോഴത്തെ എൻ്റെ പേജിന് ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്ന പേര് തന്നെയാണ് അതിനുള്ളത്. പിന്നെ മെഹനു 9 ഒഫീഷ്യൽ 919 എന്തോ ആണ് അതിന് പേര് കൊടുത്തേക്കുന്നത്. കുട്ടീൻ്റെ ഉള്ള ഫോട്ടോ ഇട്ടേക്കുന്നത് അത് ഞാനല്ല ഇപ്പോൾ യൂസ് ആക്കുന്നത്, എൻ്റെ ഉപയോഗത്തിലില്ല അത്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് യൂസ് ചെയ്യുന്നതാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാനല്ല. ഇന്നലെ എന്തൊക്കെയോ സ്റ്റോറി അതിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് മെസ്സേജ് വന്നാലും ഞാനല്ല. ഓക്കെ, ഇപ്പം ഈ ഒരു പേജാണ് ഇപ്പം ഞാൻ യൂസ് ആക്കുന്നുള്ള പേജ്. ആ അക്കൗണ്ട് ഞാൻ യൂസ് ആക്കുന്നില്ല. അക്കൗണ്ട് വഴി മെസ്സേജ് പോകുന്ന കാര്യങ്ങളൊന്നും നമുക്ക് എന്തായാലും കൂടെ ഒന്നും പറയാനൊക്കത്തില്ല. ചിലപ്പോൾ അക്കൗണ്ട് ലോസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പുള്ളിക്കാർ ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ വേറെ അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്, അതിനകത്ത് ഇപ്പൊ ലൈവ് സ്ട്രീമും അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾക്ക് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ പുള്ളിക്കാരെല്ലാം പറയുന്നുണ്ട്. ഇതിനി വല്ല മുൻകൂട്ടി വല്ലതും ചെയ്തതാണെന്നൊന്നും നമുക്കൊന്നും പറയാനൊക്കത്തില്ല. ഇതിങ്ങളുടെയൊക്കെ കാര്യമില്ലേ, എന്തുകൊണ്ടായാലും അങ്ങ് പ്രശ്നം അങ്ങ് വലുതാക്കും, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു കണ്ടന്റ് ആയിട്ട് അങ്ങ് മാറ്റും. അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാർ എന്തായാലും പറയുന്നത്. തൊയ്യാനെ ഇപ്പൊ മെയിൻ വിഷയം നടക്കുന്നത് വെച്ചാൽ മെഹനാസിനെ വെച്ചോണ്ടാണ്. എന്ന് വെച്ചാൽ പുള്ളിക്കാരെ ഹസ്ബൻഡിനെ വെച്ചോണ്ട് തന്നെ ഇത്ര ഇഷ്യൂ എന്തെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു വീഡിയോ ചെയ്തൊക്കെ പറഞ്ഞാൽ പോരെ. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നേരത്തെ ലൈവ് ഇടുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അപ്പോഴായാലും പറഞ്ഞാൽ മതിയെന്ന്, അല്ലെങ്കിൽ ഒരു വീഡിയോ അങ്ങനെ മതി, പെട്ടെന്ന് മതിയായിരുന്നു. ഇപ്പൊ ഇത്രയും സബ്സ്ക്രൈബർ ആയിട്ട് ലൈവിനകത്തെല്ലാം വെളിപ്പെടുത്തുന്നൊന്നും പറയേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ ഒപ്പീനിയൻ മാത്രമേ പറഞ്ഞുള്ളൂ. യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് സഫയുടെ ഒരു വോയിസ് കേൾക്കാം. പബ്ലിക്കായിട്ട് തന്നെ എന്തായാലും ഇട്ടാണ്, നമുക്ക് എന്തായാലും നമുക്കൊന്ന് കേട്ട് നോക്കാം. ഞാൻ ചെയ്യുന്ന വേറൊരു പരിപാടി എന്താന്ന് വെച്ചെങ്കിൽ ഭീഷണി, ആത്മഹത്യാ ഭീഷണി. ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ സമയത്ത് മെസ്സേജ് അയച്ചായിരുന്നു ഭീഷണി. എൻ്റെ കുട്ടീനെ കാണാൻ വന്നിട്ട് ഞാൻ പോവും, അസാനുവിനെ ഒന്ന് കാണണം, ഇനുവിനെ ഒന്ന് കാണണം, കുട്ടികളെ 2ആളെയും കണ്ടിട്ട് ഞാൻ ലോകത്തോട് വിട പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിയായിരുന്നു. അന്നൊന്നും ചെയ്ത് എനിക്കറിയാം ചെയ്യൂല, സംഭവം ചെയ്യൂലെങ്കിലും നമ്മളെ ഭീഷണിപ്പെടുത്തി നമുക്കൊരു
ഉള്ളൊരു ഭയം ഉണ്ടാവില്ല, ഇപ്പൊ എന്തെങ്കിലും ചെയ്യോ, നമ്മുടെ തലയിലാവൂലേ, അങ്ങനെ ചെറിയ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം ചെയ്യാത്ത ആള് ഞാൻ ഫ്ലാറ്റിൽ വന്ന സമയത്ത് എന്റെ കുട്ടീനെ ഞാൻ ഉറക്കി കിടത്തുന്ന സമയത്തുള്ള ഒരു വെപ്രാളക്കളിയാണ് ഞാൻ ഈ വീഡിയോ അയച്ചിട്ടുള്ളത്. ഈ വീഡിയോനകത്ത് കണ്ടാൽ മനസ്സിലാവും. എനിക്ക് സത്യം പറഞ്ഞ നല്ല രീതിക്ക് ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു വെച്ചത് എങ്ങാനും ലാസ്റ്റ് എങ്ങനെങ്കിലും എന്റെ തലയിൽ വന്നെങ്കിൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മെയിൻ സംഭവം ഭീഷണിപ്പെടുത്തുന്നത് ആത്മഹത്യ. എനിക്ക് ഇപ്പൊ കൂടി എന്നെ ഭീഷണിപ്പെടുത്തി ഇത്രയും പ്രശ്നം നടന്നിട്ടും ഇന്നലെ രാത്രി മെസ്സേജ് അയച്ചിട്ടാണുള്ളത്. ഞാൻ പോവാണ്, ഞാൻ ലോകത്തോട് വിട പറയാണ്, ഇനി ഞാൻ എന്തിനും ഇവിടെ ജീവിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള ഭീഷണിയാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടത് സത്യം പറഞ്ഞെങ്കില് ഇത്രയും നാളെ ഈ ഭീഷണിപ്പെടുത്തിയോണ്ടാണ് പേടിച്ച് മനുഷ്യൻ നിന്നത് തന്നെ. ഇവിടെ ഈ വോയിസ് എല്ലാം കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരനാണ് ഈ മെഹനാസ് എന്ന പുള്ളിക്കാരനാണ് ഈ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സഫ എന്തായാലും പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വോയിസിൽ കൂടെ. ഇപ്പൊ മെയിനായിട്ടെന്ന് വെച്ചാൽ രാത്രി വിളിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു ലോകത്തോട് ഞാൻ വീഡിയോ പറയണം. അതായത് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിനോട് പുള്ളിക്കാരൻ, അതായത് ഈ മെഹനാസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ പോകുന്നതെന്നും പറഞ്ഞാണ് പുള്ളിക്കാരൻ എന്തെങ്കിലും പറഞ്ഞോളൂ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ ഇത്രയും ഇഷ്യൂസ് ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ എന്തായാലും ഇപ്പം സൂയിസൈഡ് ചെയ്ത് പോയി കാണും. ഇപ്പൊ എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ലല്ലോ, അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരൻ എന്തെങ്കിലും പറയുന്നത്. പിന്നെ ഈ മെഹനാസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ കാരണം കുറെ പെൺകുട്ടികൾ എന്തെങ്കിലും കുറെ കാരണം അനുഭവിച്ചിട്ടുണ്ടോ നമ്മൾ എന്തായാലും ന്യൂസ് ഐ മീൻ യൂട്യൂബിൽ എന്തായാലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചൊക്കെ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സഫ എന്ന് പറഞ്ഞ പുള്ളിക്കാരി എന്തായാലും ഇതൊക്കെ ആണെങ്കിൽ നേരത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്താൽ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അതിപ്പം അതിനാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല. അതൊക്കെ എടുത്തു പറയുന്ന കാര്യം ഇതാന്ന് വെച്ചാൽ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ തന്നെ ലൈഫ് എടുത്ത് നമ്മളുടെ കയ്യിലോട്ട് തരുമില്ല എന്ന് വെച്ചാൽ ഐ മീൻ യൂട്യൂബിൽ വീഡിയോ കാണുന്ന കയ്യിലോട്ട് കണ്ടന്റ് ആയിട്ട് കൊടുക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എല്ലാം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നുള്ളൂ. ഇപ്പൊ മെയിനായിട്ട് ഇവർ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ റിഫ എന്ന് പറയുന്ന പുള്ളിക്കാരിയെ കുറിച്ച് പുള്ളിക്കാർക്ക് നീതി കൊടുക്കണമെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഇവിടെ തീരാവുന്നതേ അല്ലേ ഉള്ളൂ. അത്രയും ചെയ്താൽ മതി. അതിനാണ് ഇവരുടെ ലൈഫിന്റെ കണ്ടന്റ് ആയിട്ട് നമ്മുടെ മുമ്പിലോട്ട് ഇട്ടത്. ഇപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവര് നമുക്ക് കണ്ടന്റ് തരുന്നതാണ് നമുക്ക് എന്തായാലും തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ലൈഫ് വെച്ചാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ അവസാനം എന്തെങ്കിലും വലിയ പ്രശ്നം വന്നിട്ട് ഈ മെഹനാസും സഫയും തമ്മിൽ ഈ രണ്ടുപേരും തമ്മിൽ ആരെങ്കിലും ഒരാൾ അടുത്ത ദിവസം ഒന്നും ഇല്ലാതായെന്ന് വെച്ചാൽ, സപ്പോസ് അങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയക്കായിരിക്കും ഈ മൊത്തം പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ഇപ്പൊ അതിന്റെ സോഷ്യൽ മീഡിയയുടെ തലയിലോട്ടായിരിക്കും മൊത്തം കാര്യങ്ങളെല്ലാം എന്തായാലും വന്ന് കുമിഞ്ഞ് കയറുന്നത്. അത് അങ്ങനെയല്ലേ വരത്തുള്ളൂ. കാരണം ഇപ്പം ഇഷ്യൂസിനെ കുറിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ രണ്ടുപേരും ആരെങ്കിലും ഒരാൾ ഇല്ലാതായി കഴിഞ്ഞാൽ അവസാനം സോഷ്യൽ മീഡിയ തലയിലോട്ടേ വരത്തുള്ളൂ. വീഡിയോ കണ്ട ആൾക്കാർക്കും അഫക്റ്റ് ചെയ്യും ഇതുപോലത്തെ കാര്യങ്ങളല്ലേ. എന്തായാലും അവരുടെ ലൈഫ് തന്നെയാണ് കൊണ്ട് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തന്നെ മനസ്സിലാവുന്നത്. ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ അത്ര ഉള്ളൂ. മറ്റേ റിഫ എന്ന് പറയുന്ന പുള്ളിക്കാരി നീതി കൊടുക്കുക, അല്ലെങ്കിൽ പുള്ളിക്കാരെ ഒന്ന് സേഫ് ആക്കുക, അതുപോലത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളത്. അത്രയും ചെയ്താലും മതി. എന്തായാലും അവരുടെ ലൈഫ് എന്തായാലും കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്തായാലും ഇനിയും കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നാലും മതി. അങ്ങനെ എന്തായാലും നല്ലതായിട്ട് പോയാൽ മതിയായിരുന്നു എന്നാണ് ഇന്ന് നമ്മളെന്തായാലും പ്രാർത്ഥിച്ചോളൂ. എന്തായാലും ഞാൻ എന്തായാലും പ്രാർത്ഥിച്ചോളുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണം എന്തായാലും ഞാൻ പറയും. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താലും പ്രശ്നം തീരാന്നല്ലേ ഉള്ളൂ. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം ഒരു നെഗറ്റീവ് സൈഡിലോട്ട് ബാധിക്കാൻ എന്തായാലും നല്ലൊരു പോസിറ്റീവ് സൈഡിലോട്ട് ബാധിക്കാനായിട്ട് ഇവർ രണ്ടുപേരും ഒന്ന് ഒന്നിച്ച് ചേർന്ന് റിസ എന്ന് പറഞ്ഞ പുള്ളിക്കാരെ ഒന്ന് നീതി കിട്ടാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയാലും മതി. എന്തായാലും ഇവരുടെ ലൈഫിൽ എന്തായാലും ഇനി നെഗറ്റീവ് മാറ്റിയിട്ട് കുറച്ച് പോസിറ്റീവ് കാര്യം നടക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താലും മതി. അല്ലെങ്കിൽ അവസാനം മറ്റേ സോഷ്യൽ മീഡിയയിൽ മൊത്തം പ്രശ്നമായിരിക്കും. അതിന്റെ തലയിലോട്ട് എന്തായാലും വന്ന് വീഴത്തുള്ളൂ. പിന്നെ ഇവരുടെ ലൈഫ് പോയി കിട്ടും. അങ്ങനെ നടക്കത്തുള്ളൂ കൂടുതലും. അങ്ങനെയൊക്കെ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എന്തായാലും പറഞ്ഞു തന്നെ. ഇപ്പം ഞാൻ മാത്രമല്ല, ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ ആയിരിക്കും പറയുന്നത്. ഇപ്പൊ ഇവരുടെ ചില പോസിറ്റീവ് ആൾക്കാർ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ പറയത്തുള്ളൂ. എന്തായാലും ഈ പറഞ്ഞ മെഹനാസിന്റെ സഫയുടെ ലൈഫ് എന്തായാലും ഇനി എന്തായാലും സെറ്റ് ആവട്ടെ എന്ന് എന്തായാലും നമുക്ക് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്ക്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് ഒത്തിരി ആൾക്കാരുണ്ട്. ലിങ്കും കാര്യങ്ങളും എന്തായാലും താഴെ കൊടുത്തേക്ക്, അവിടെ ഫോളോ ചെയ്ത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തൊരു ബെല്ല് വരും. അത് അന്നേരം ഞെക്കിയാലും നിങ്ങൾക്ക് ഓൾ ആക്കിയിട്ടല്ലേ അടുത്ത വീഡിയോ ഇടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം.